ചേട്ടാ, ആരാണ് കേരളത്തിലെ പുതിയ BJP അധ്യക്ഷൻ എന്ന ഒരു ചോദ്യം കുറേ നാളുകളായി നിലനിൽക്കുന്നുണ്ട്. കെ സുരേന്ദ്രൻ മാറുമോ അതോ പുതിയ ആരെങ്കിലും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി നിയോഗിക്കപ്പെടുമോ എന്നതാണ് പ്രധാന ചോദ്യം. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറും ഈ സാധ്യതാ പട്ടികയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. നമ്മൾ കെ സുരേന്ദ്രൻ മാറും എന്ന് കുറേ കാലമായി കേൾക്കുന്ന കാര്യമാണ്. കെ സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ അടുത്തത് ശോഭാ സുരേന്ദ്രനാണ് പ്രസിഡൻ്റാകാൻ ഈ BJPയുടെ അണികളും അനുഭാവികളും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ വരണം, അത്തരത്തിലൊരു ആ രീതിയിലൊരു അണികൾക്കിടയിൽ ഒരു സംസാരമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ആകണം എന്ന് കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖറിനെ പോലെ പുതിയ കാലത്ത് നമുക്കറിയാമല്ലോ, ഈ പഴയ രാഷ്ട്രീയമല്ല പുതിയ കാലത്ത് പയറ്റേണ്ടത്. കാലം ഒരുപാട് മാറി, അപ്പം ടെക്നോളജി മാറി, യുവാക്കളുടെ മനസ്സ് മാറി. പണ്ടൊക്കെ ചെറുപ്പക്കാരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു, അതൊക്കെ മാറി. അവരുടെ പൊളിറ്റിക്സ് തന്നെ വേറൊരു തരത്തിൽ അവർ ചിന്തിക്കുകയും അവർക്ക് ലോകത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമുക്കും മാറ്റം ഉണ്ടാകണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാരാണ്. അപ്പോൾ അവർക്ക് റോൾ മോഡലായി അല്ലെങ്കിൽ അവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് അവരുടെ ചിന്തയ്ക്കനുസരിച്ച് ചിന്തിക്കുന്ന ഒരു നേതാവ് ഉണ്ടാകണം. നമുക്കിവിടെ കേരളത്തിലെ BJPയിൽ നോക്കിയാൽ നമുക്കറിയാം, ആ രീതിയിൽ ജനകീയമായ മുഖമുള്ള നേതാക്കന്മാരെ എത്ര പേരുണ്ട് എന്നുള്ളത്. MD രമേശ് അത്തരത്തിൽ ജനകീയനായൊരു BJP നേതാവാണ്. കുറച്ചെങ്കിലും എതിർ പാർട്ടിക്കാർക്ക് പോലും സ്വീകാര്യനായിട്ടുള്ള ഒരു BJP നേതാവാണ് MD രമേശ്. കാരണം ഒരു RSS പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം. കാരണം എളിയൊരു ജീവിതം നയിക്കുന്ന ഒരാൾ, അതിനെല്ലാം അപ്പുറം രാഷ്ട്രീയമായി മറ്റ് വിവാദങ്ങളിലൊന്നും പെടാതെ ഒരു സംശുദ്ധ രാഷ്ട്രീയം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് MD രമേശ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് BJPക്കാർക്ക് പ്രത്യേക താല്പര്യമുണ്ട്. ഈ കഴിഞ്ഞ ഇങ്ങനൊരു BJP പുതിയൊരു സംസ്ഥാന അധ്യക്ഷനെ സംസ്ഥാനത്ത് കൊണ്ടുവരുന്നു എന്നുള്ള വാർത്തകൾക്കിടെയാണ് ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ പോയി അമിത്ഷായെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു. കാരണം ശോഭാ സുരേന്ദ്രൻ്റെ നീക്കം അടുത്ത BJP സംസ്ഥാന അധ്യക്ഷയാവുക എന്നതാണ് എന്ന രീതിയിൽ പ്രചാരണം ഉണ്ടായി. എന്നാൽ ശോഭാ സുരേന്ദ്രനും MD രമേശിനോട് താല്പര്യക്കുറവില്ല എന്നതാണ് വസ്തുത. കെ സുരേന്ദ്രനോട് ചെറിയ ഇൻ്റർ പൊളിറ്റിക്സ് ആ പ്രസ്ഥാനത്തിനകത്ത് തന്നെയുണ്ട്. പക്ഷേ ഇരുപക്ഷത്തിനും സ്വീകാര്യനായ ഒരാൾ എന്ന നിലയിൽ MD രമേശിനെ വളരെ വലിയൊരു സാധ്യത കാണുന്നുണ്ട്. MD രമേശിന് സാധ്യതയുണ്ട്. പക്ഷേ MD രമേശ് സീനിയറായിട്ടുള്ള ഒരു നേതാവാണ്. എത്രയോ കാലമായി അദ്ദേഹം വളരെ യുവമോർച്ചയുടെയൊക്കെ അധ്യക്ഷനായിട്ടൊക്കെ ഇരിക്കുന്ന കാലം മുതൽ അദ്ദേഹം ജനകീയ മുഖമായി BJPയുടെ ജനകീയ മുഖമായിട്ടുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ അർഹതയുള്ള സ്ഥാനം ഇന്നേവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ MD രമേശിനും സാധ്യതയുണ്ട്. പക്ഷേ എല്ലാവർക്കും സ്വീകാര്യനായ ഒരാൾ, ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വളരെ നിസ്സാരമായ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അപ്പോൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും സ്വീകാര്യനായ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള ചിന്തയിൽ നിന്നാണ് അദ്ദേഹത്തിനെ പ്രസിഡൻ്റാക്കണം. അതുപോലെ രണ്ടാമത് പുതിയ കാലത്തിൻ്റെ നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. പുതിയ ടെക്നോളജി, ചെറുപ്പക്കാരെ ആകർഷിക്കാൻ പറ്റുന്ന, എപ്പോഴും ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും പുതിയ ജനവിഭാഗത്തിനെ ആകർഷിക്കാൻ പറ്റുന്ന, ചെറുപ്പക്കാരെ ആകർഷിക്കാൻ പറ്റുന്ന, യുവാക്കളെ ആകർഷിക്കാൻ പറ്റുന്ന ആൾ. കാരണം യുവാക്കളെന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയാണല്ലോ. അപ്പോൾ അവരെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു മുഖമുണ്ടായിരിക്കണം. ആ ഒരു മുഖമാണ് രാജീവ് ചന്ദ്രശേഖർ. നമ്മൾ പറഞ്ഞ് പഴകിയ അല്ലെങ്കിൽ പയറ്റിത്തെളിഞ്ഞതെന്നൊക്കെ പറയുന്ന പോലെ രാഷ്ട്രീയം കൊണ്ടൊന്നും കാര്യമില്ല. പുതിയ കാലത്തിനനുസരിച്ചുള്ള രാഷ്ട്രീയം. അപ്പോൾ അതാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകളുടെ കയ്യിലുള്ളതും അതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം മടിയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ വലിയ താല്പര്യമില്ല, പ്രസിഡന്റ് ആകാൻ താല്പര്യമില്ല എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം, ഇലക്ഷനിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ടതിന് ശേഷം ഏറെക്കാലം രാജീവ് ചന്ദ്രശേഖർ ബാംഗ്ലൂരിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ തട്ടകമാണ് ബാംഗ്ലൂർ. എന്നാൽ ഈ അടുത്ത കാലത്ത് ഏകദേശം ഒരു മാസത്തോളമായി അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുന്നു. ഇവിടെ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുന്നു, പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസവും ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ തിരിച്ചു വന്ന് തിരുവനന്തപുരത്ത് അടുത്ത തവണയെങ്കിലും വിജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തനം ആരംഭിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഈ ചർച്ചകളിൽ അല്ലെങ്കിൽ BJPയുടെ അധ്യക്ഷനാകാനുള്ള സാധ്യതാ പട്ടികയിലേക്ക് അദ്ദേഹവും കടന്നു വരുന്നത്. രാജീവ് ചന്ദ്രശേഖർ അറിയാമല്ലോ, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാക്കിയപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു
അതൃപ്തിയും പണക്കവും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പൊതുജീവിതം അവസാനിപ്പിക്കുകയാണ്, രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. പിന്നീട് അദ്ദേഹം ഇട്ടതല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറിയെങ്കിലും അദ്ദേഹം ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു. അദ്ദേഹം തീരുമാനമെടുത്തു തിരുവനന്തപുരത്ത് തന്നെ കേന്ദ്രീകരിക്കാം. അത് സുരേഷ് ഗോപിയൊക്കെ മിക്കവാറും ചില ആളുകളൊക്കെ അങ്ങനെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ പിന്നീട് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകാറുണ്ട്. ഇപ്പം കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷ് പരാജയപ്പെട്ട ആളാണ്. സി ആർ മഹേഷ് 5 വർഷവും കരുനാഗപ്പള്ളിയിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. അത് LDFൻ്റെ ഉറച്ച സീറ്റാണ്. അവിടെ സി ആർ മഹേഷ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. തൃശ്ശൂർ സുരേഷ് ഗോപി അദ്ദേഹം അവിടെ പരാജയപ്പെട്ടു, 2 തവണ പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹം ലോക്സഭയിലും നിയമസഭയിലും പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹം അവിടെ തന്നെ ഉറച്ചു നിന്നു, അവിടെ തന്നെ നിന്നപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടായി. രാജീവ് ചന്ദ്രശേഖറും ഈ തിരുവനന്തപുരത്തേക്ക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം തിരുവനന്തപുരമാക്കി മാറ്റുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. കഴിഞ്ഞ തവണ അദ്ദേഹം നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോയി എന്നുള്ള ഒരു വിഷമം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ കേരളം അദ്ദേഹത്തിൻ്റെ തട്ടകമായി സ്വാഭാവികമായും മാറും. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിക്കും, കേരളമാണല്ലോ അദ്ദേഹത്തിൻ്റെ തട്ടകം. അപ്പം അദ്ദേഹത്തെ പ്രസിഡൻ്റ് ആക്കിയാൽ അത് ഗുണം ചെയ്യും. പിന്നെ ഈ വല്ലാത്ത ഗ്രൂപ്പ് പോര്, പക്ഷേ താഴെത്തട്ടിലുള്ള നേതാക്കളുമായിട്ടുള്ള ആശയവിനിമയം ഈ നേതൃത്വത്തെ സംബന്ധിച്ച് നിർണായകമാണ്, പ്രത്യേകിച്ച് BJP പോലൊരു പ്രസ്ഥാനത്തിൽ. അപ്പോൾ അതിനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. 100% പ്രൊഫഷണലായ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. പ്രൊഫഷണലായ ഒരാളെ സംബന്ധിച്ച് രാഷ്ട്രീയവും ആ തരത്തിൽ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ തന്നെ പറ്റും. അപ്പോൾ അത് എങ്ങനെ അത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതുവരെ കണ്ട രീതിയിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. നമ്മൾ ഇതുവരെ കണ്ട രാഷ്ട്രീയം, ഇതുവരെ കാണുന്ന രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ നിലവിൽ നമ്മൾ മനസ്സിലാക്കിയ പൊളിറ്റീഷ്യൻസിനെ പോലെയൊന്നുമല്ല. ഇവരൊക്കെ വേറൊരു തരത്തിൽ ചിന്തിക്കുന്ന രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ രീതിയുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്റ്റൈലുണ്ട്. അദ്ദേഹം പ്രസിഡൻ്റ് ആയാൽ ഒരുപക്ഷെ അദ്ദേഹം ആ രീതിയിലേക്ക് അണികളെയും കൂടെ കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാകും. ഇവിടെ നമുക്കറിയാം പലപ്പോഴും ഗ്രൂപ്പിസം ഒക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. ആ ഗ്രൂപ്പിസം, പല ഗ്രൂപ്പുകൾ, അസ്വാരസ്യങ്ങൾ, അതൊക്കെ ഇപ്പോൾ പാലക്കാട് തോറ്റപ്പോൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരു ആൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, അതിനെ പരിഹരിക്കാൻ പറ്റും, ആ പ്രതിസന്ധികളെയൊക്കെ പരിഹരിക്കാൻ പറ്റും എന്നുള്ള ചിന്ത കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ട്. MD രമേശ് വരുമ്പോൾ ഉള്ള പ്രശ്നം, MD രമേശിനെയും ഈ ഒരു വിഭാഗത്തിൻ്റെ ആളായി കാണുന്ന തരത്തിലേക്കൊക്കെ ചിലപ്പോൾ അല്ല, BJPയെ സംബന്ധിച്ചൊരു നേതൃമാറ്റം എന്തായാലും അനിവാര്യമാണ്. സുരേന്ദ്രൻ ഒരു മോശപ്പെട്ട നേതാവായിട്ടല്ല, സുരേന്ദ്രനെതിരെ എതിരാളികൾ പടച്ചുവിടുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പലപ്പോഴും അദ്ദേഹത്തിന് വ്യക്തിപരമായി സാധിക്കാറില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ നേതൃത്വ ഗുണമുള്ള ഒരു നേതാവ് തന്നെയാണ് K. സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ BJPയുടെ വളർച്ച നോക്കിയാൽ തന്നെ വോട്ട് വിഹിതത്തിൽ കാര്യമായ വർധനമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. BJPക്ക് വളർച്ചയുമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിപ്പിച്ചത് തന്നെ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും പറയുന്നുണ്ടെങ്കിലും അതിനൊപ്പം തന്നെ BJP നേതൃത്വത്തിൻ്റെ ഇടപെടലുകളും അവിടെ നിർണായകം തന്നെയാണ്. അപ്പോൾ K. സുരേന്ദ്രൻ്റെ പ്രശ്നം ഈ സമൂഹത്തിൽ തന്നെ K. സുരേന്ദ്രനെതിരെ നടക്കുന്ന ഒരു പ്രചാരണങ്ങളുണ്ട്. ആ പ്രചാരണങ്ങളെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് പലപ്പോഴും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി BJPക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി സജ്ജമാക്കാൻ, പ്രത്യേകിച്ച് അടുത്ത ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുന്നൊരു വേളയിൽ BJP കുറച്ചുകൂടി സുസജ്ജമായൊരു കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോയാൽ തീർച്ചയായും ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല നിയോജക മണ്ഡലങ്ങളിലും BJP 1-ാം സ്ഥാനത്തെത്തിയിരുന്നു. അപ്പോൾ ആ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് A ക്ലാസ് മണ്ഡലങ്ങൾ, B ക്ലാസ് മണ്ഡലങ്ങൾ അങ്ങനെ അടയാളപ്പെടുത്തുന്ന ഒരു പതിവ് BJPക്ക് ഉണ്ട്. അപ്പോൾ അത്തരം മണ്ഡലങ്ങളിൽ ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങിയാൽ ലോക്സഭയിൽ കാഴ്ചവെച്ച ആ ഒരു പ്രകടനം നിയമസഭയിലും പുറത്തെടുക്കാൻ സാധിക്കുമെന്ന് അവർക്ക് ആത്മവിശ്വാസമുണ്ടാകും. തീർച്ചയായിട്ടും. അതിനകത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, രാജീവ് ചന്ദ്രശേഖർ സോഷ്യൽ മീഡിയയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും ഫലപ്രദമായി BJP ആണ്. അതോടൊപ്പം ആ സോഷ്യൽ മീഡിയയെ ഗംഭീരമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ അതിനെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഒരുപക്ഷെ എന്തോ കാരണം കൊണ്ട് കഴിയാതെ പോയ ഒരാളാണ് K. സുരേന്ദ്രൻ എന്ന് പറയേണ്ടി വരും. നമ്മളെന്തൊക്കെ പറഞ്ഞാലും K. സുരേന്ദ്രനെതിരെ ഒരു എന്താ പറയുക, ആളുകൾക്കൊരു സോഷ്യൽ മീഡിയയിൽ വേറൊരു പരിഹാസം എതിർ പാർട്ടിക്കാർക്കുണ്ട്. ഒരു നേതാവായാൽ അയാൾ അജയനായിരിക്കണം. ഇപ്പോൾ പിണറായി വിജയനെതിരെ ധാരാളം ആരോപണങ്ങൾ എതിർ പാർട്ടിക്കാർ ഉയർത്തിവിടാറുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു PR വലയമുണ്ട്. ഈ വലയത്തിൽ തട്ടിയതൊക്കെ നിഷ്പ്രഭമായി പോവുകയാണ് പതിവ്. ഈ ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നടന്നു എന്ന കഥ പറയുമ്പോൾ
അതിനെ പരിഹസിക്കാൻ വരുന്ന എതിരാളികൾ ഈ PR വർക്കാണ്. എത്ര കോടി രൂപ കൊടുത്താണ് ഒരു PR ഏജൻസിയെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ എല്ലാവർക്കും പിണറായി വിജയനാകാൻ പറ്റില്ലല്ലോ. അതാണ്. അല്ല, അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ആളിനെ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് പുതിയ കാലം എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ആ പുതിയ കാലത്തിനനുസരിച്ച് രാഷ്ട്രീയത്തെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. അതുമാത്രമല്ല, BJPയുടെ രാഷ്ട്രീയത്തെ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു മുഖം വേണം. അത് പൊതു സ്വീകാര്യതയുള്ള ഒരു മുഖമാണ് വേണ്ടത്. എല്ലാവർക്കും സ്വീകാര്യതയുള്ള ഒരാളെ വേണം. അപ്പം അങ്ങനെ എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരാളായി രാജീവ് ചന്ദ്രശേഖരന് മാറാൻ കഴിഞ്ഞേക്കും എന്ന് BJP കരുതുന്നുണ്ട്. MT രമേശിനേക്കാൾ അദ്ദേഹത്തിന് അങ്ങനെ മാറാൻ കഴിയും എന്ന് BJP നേതൃത്വം കരുതുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വീണ്ടും സജീവമാകുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അദ്ദേഹം നിയമസഭയിൽ മത്സരിക്കുമോ? എനിക്ക് തോന്നുന്നു ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെ അദ്ദേഹം പ്രവർത്തിച്ച് മത്സരിക്കും. തെരഞ്ഞെടുപ്പിന് ഏകദേശം 1 വർഷം മാത്രം ബാക്കി നിൽക്കെ ധൃതിയിൽ എല്ലാ പൊതുപ്രവർത്തനവും അവസാനിപ്പിച്ചു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് തിരിച്ചു വന്ന ഒരാൾ തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കുമ്പോൾ നമ്മളങ്ങനെ ചിന്തിക്കണം. മത്സരിച്ചുകൂടായില്ല ചിലപ്പോൾ. അപ്പോൾ അസംബ്ലിയിലേക്കും മത്സരിക്കാം. അപ്പോൾ എന്ത് തന്നെയായാലും അദ്ദേഹം ഇവിടെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം. അത് മാത്രമല്ല, ശശി തരൂർ തൻ്റെ അവസാനത്തെ മത്സരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇനി അദ്ദേഹം മത്സര രംഗത്തേക്ക് ഉണ്ടാകില്ല. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഇനി അടുത്ത തവണ. പക്ഷേ കോൺഗ്രസ്സുകാർ അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ 3 തവണയും അദ്ദേഹം ജയിച്ച ഇത്രയും തവണയും 4ാമത്തെ തവണയാണ് അദ്ദേഹം ജയിക്കുന്നത് അല്ലേ? 2009, 14, 19 4ാമത്തെ തവണ. ഈ ഇത്രയും തവണയും അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് കാര്യമായ പിന്തുണയൊന്നും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം എല്ലാ കാലത്തും തോൽപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈലുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അത് ഈ യൂത്തിനിടയിലൊക്കെ പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യുന്ന ആ പ്രൊഫൈൽ. അതുകൊണ്ടാണ് BJP രാജീവ് ചന്ദ്രശേഖരനെ തന്നെ തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ അതിന് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ശശി തരൂർ മത്സരിച്ച 3 തവണയും അദ്ദേഹത്തിന്റെ ആ പ്രൊഫൈലിനൊപ്പം നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് ഇപ്പുറത്തുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ വരുന്നു. രാജീവ് ചന്ദ്രശേഖർ വരുമ്പോഴും സെയിം ഇതേ പ്രൊഫൈൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഈ വോട്ടർമാർക്കൊരു കൺഫ്യൂഷൻ വന്നു, ആര് വേണം എന്നുള്ളത്. അപ്പോൾ ആ കൺഫ്യൂഷനിലൊക്കെ തട്ടിയും പിന്നെ ചില അടിയൊഴുക്കുകളും പൊളിറ്റിക്കൽ അടിയൊഴുക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഈ രാജീവ് ചന്ദ്രശേഖരെ 15,000 വോട്ടിന് അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹം തോറ്റതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. പക്ഷേ ഇനി എന്തായാലും ശശി തരൂർ പിൻവാങ്ങുകയാണെങ്കിൽ അവിടെ രാജീവ് ചന്ദ്രശേഖർ കളം പിടിക്കും. അദ്ദേഹം പുതിയൊരു മുഖം എന്തായാലും BJPക്ക് കേരളത്തിലുണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് രാജീവ് ചന്ദ്രശേഖർ ആകാനാണ് സാധ്യത. പിന്നെ ശോഭാ സുരേന്ദ്രൻ്റെ പേര് നമ്മൾ ഇത്രയും നാൾ ചർച്ച ചെയ്തതാണ്. ശോഭാ സുരേന്ദ്രൻ, K സുരേന്ദ്രൻ മാറിയാൽ അടുത്തത് ശോഭാ സുരേന്ദ്രൻ എന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രന് അടുത്ത ഒരു പോസ്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ കേന്ദ്ര നേതൃത്വം ഒരുപക്ഷെ ഇനിയിപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നെങ്കിലും ശോഭാ സുരേന്ദ്രൻ വന്നുകൂടായില്ല. അതും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വനിതാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പോയി മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും അത്രയും ക്രൗഡ് ഫുള്ളായിട്ട് ആളുകളോടൊപ്പം കയ്യിലെടുക്കാൻ സാധിക്കുന്ന ഒരു സാമാന്യ വാക്ചാതുര്യം ഉള്ള ഒരു നേതാവെന്നുള്ള നിലയിൽ ശോഭാ സുരേന്ദ്രനെ പരിഗണിച്ചേക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് രാജീവ് ചന്ദ്രശേഖരനാണ് കേന്ദ്ര നേതൃത്വം മുൻതൂക്കം കൊടുക്കുന്നത്, പരിഗണിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നേതൃമാറ്റം എന്തായാലും ഉണ്ടാകും. കാരണം അദ്ദേഹം 5 വർഷം കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റാൻ തന്നെയാണ് സാധ്യത. ആരാകും പുതിയ സംസ്ഥാന അധ്യക്ഷൻ എന്ന് BJP ആണ് പറയാൻ പറ്റില്ല. എന്നാലും കാത്തിരുന്ന് കാണാം.